ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അവക്കാഡോ വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ട് ആയിട്ടാണ് കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് സാഗോ സീഡ്സിലെ ചോരി അത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി വെന്ത് ട്രാൻസ്പെറൻ്റായി വരണം കേട്ടോ, എന്നാൽ അതിൻ്റെ ഒരു വേവ് കറക്റ്റായിട്ട് കിട്ടുക. ഇനി ആ ടൈമിൽ തന്നെ ഒരു കപ്പിലോട്ട് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ നിറച്ച് കസ്കസില്ലേ, സബ്ജ സീഡ്, അത് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി 2 സംഭവങ്ങളും അവിടെ കിടന്നൊന്ന് റെഡി ആവട്ടെ. ഇനി ആ ടൈമിൽ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ അവക്കാഡോ എടുക്കുക. അപ്പം ഞാൻ 2 വലുതന്നെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ലേ, നല്ല രസമല്ലേ ഇതിങ്ങനെ കട്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പൾപ്പ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കുറേ പേര് ഹോം ടൂറും കിച്ചൺ ടൂറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാ എന്തായാലും ഞാൻ ചെയ്യാട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും ചെയ്യാം. അത് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം കുറേ എല്ലാം കൂടി ആകുമ്പം അത് നടക്കുന്നില്ല. എന്തായാലും ഞാൻ ചെയ്യാണ്ടിരിക്കില്ല, എന്തായാലും ഞാൻ ചെയ്യും, അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും ഇതുപോലെ തന്നെ എന്നും ഉണ്ടാവണം. എല്ലാ വീഡിയോസിനും നിങ്ങൾ കുറേ പേര് എന്നും കമൻറ്റും ലൈക്കൊക്കെ തരുന്നുണ്ട്, അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവക്കാഡൊക്കെ ഞാനിവിടെ അതിൻ്റെ പൾപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ആ ടൈമിൽ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ വേവായിട്ടില്ല, ചൊവ്വരി കുറച്ച് വേവുള്ള സംഭവമാണ്, അത് എന്തായാലും ശ്രദ്ധിക്കണേ. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ. ആ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഞാൻ ഒരു 400 മില്ലിയെങ്കിലും പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ അവക്കാഡോൻ്റെ ഇതിനനുസരിച്ചിട്ട് വലുപ്പത്തിനനുസരിച്ചിട്ട് പാലൊഴിക്കുക. അതിനെനിക്ക് പ്രത്യേകിച്ച് കണക്ക് പറയാൻ പറ്റില്ല, കാരണം നല്ല തിക്കായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവക്കാഡോൻ്റെ എന്താ പറയുക, നിങ്ങൾ സൈസിനനുസരിച്ചിട്ട് നിങ്ങൾ പാലൊഴിക്കുക. പിന്നെ ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ പകുതി കണ്ടൻസ് മിൽക്കും പകുതി പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാവും. എന്തായാലും കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, പകുതിയെങ്കിലും കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് കണ്ടൻസ് മിൽക്ക് തന്നെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിൽ ഇതേ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സാഗോ സീഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു അരിപ്പയിലിട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. ഈ ടൈമിൽ ഒരു വഴുവഴുപ്പുള്ള ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇത് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നല്ല തണുത്ത വെള്ളമോ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതേ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ചൊവ്വരി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒരു സൈഡിൽ മാറ്റി വെക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് വിപ്പിംഗ് ക്രീമാട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ചേർത്ത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഫ്രഷ് ക്രീം ആകുമ്പം കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം ആകുമ്പോൾ കുറച്ച് നല്ല തിക്നെസ് കിട്ടും ചെയ്യും. രണ്ടായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ അരക്കപ്പോളം ക്രീമും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റെങ്കിലും നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. നമ്മുടെ ഈ അവക്കാഡോ അങ്ങനെയുള്ള സംഭവമല്ലേ, പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് വരും. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പാല് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാല് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ലൂസ് കൺസിസ്റ്റൻസി വരും, അത് വേണ്ട കേട്ടോ. ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിതിന് ഒരു പാക്കറ്റ് പാൽ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അത് നോക്കി ഒഴിച്ചതുകൊണ്ട് കുറച്ച് പാൽ ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച സാഗോ സീഡും അതുപോലെ തന്നെ കസ്കസും കുതിർത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അതും ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് നട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് ബദാം കട്ട് ചെയ്തതും 1/4 കപ്പ് കാഷ്യൂ കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 1/4 കപ്പ് പിസ്ത കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഫ്രൂട്ട്സ് ഈ അവക്കാഡോൻ്റെ കൂടെ മാംഗോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഴവും മാംഗോ ഒക്കെ ചേർക്കുക. പക്ഷേ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ അത് നല്ല ആ ഒരു അവക്കാഡോൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല ആ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെയും ആ ഒരു ക്രീമിൻ്റെയും അവക്കാഡോൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഇല്ലേ, നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ അവക്കാഡോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അവക്കാഡോൻ്റെ സീസണല്ലേ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി ആട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കി പോവരുത്, തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഫ്രീസറിൽ വെച്ചോ. പക്ഷേ ഓവർനൈറ്റൊന്നും ഫ്രീസറിൽ വെച്ചേക്കരുത്, അപ്പോൾ ഐസായി പോവും. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്.
നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം കേട്ടോ. പക്ഷേ ഐസാവുന്ന രീതിയിൽ കൂടുതൽ ടൈം വെക്കരുത്. ഇങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും കേട്ടോ. ഈ അവക്കാഡോ അങ്ങനെയല്ലേ, നമ്മൾ ജ്യൂസാക്കി വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്നെസ്സിലല്ലേ വരിക. അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് സെർവ് ചെയ്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും അവക്കാഡോയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടം. അത്ര നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം എല്ലാവരും പറമ്പിലും അതുപോലെ അധിക പേരെ വീട്ടിലൊക്കെ ഉള്ളതല്ലേ അവക്കാഡോൻ്റെ മരമൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ സീസൺ ടൈമാണ്, ഷോപ്പിലൊക്കെ വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നമുക്ക് കമൻസിൽ അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.